Dear students, in this class, let us learn about a new topic which is included in the physical chemistry subject, which is chromatography. Chromatography is a very important analytical technique used widely and frequently for the separation, purification, and identification of chemical compounds in mixtures. Chromatography is an important analytical application of selective adsorption or retention of components from solution. The basic principle behind chromatography is the differential distribution of the sample components between two mutually immiscible phases, a stationary phase and a mobile phase. The stationary phase remains fixed while the mobile phase moves over the surface of the stationary phase. ക്രൊമാറ്റോഗ്രഫിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രൊമാറ്റോഗ്രഫി സെപ്പറേഷൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഒരു മിക്സ്ചർ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ക്രൊമാറ്റോഗ്രഫിയാണ്. ഈ ക്രൊമാറ്റോഗ്രഫി ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും രണ്ട് ഫേസ് ആവശ്യം വരും. ഒന്ന് സ്റ്റേഷനറി അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ഫേസ് ആയിരിക്കുമ്പോൾ അതിനെ സ്റ്റേഷനറി ഫേസ് എന്ന് നമ്മൾ വിളിക്കും. വേറൊരു ഫേസ് എന്ന് പറയുന്നത് മൊബൈൽ ഫേസ് ആയിരിക്കും. അത് മൂവിങ് ഫേസ് എന്ന് വിളിക്കാവുന്നതാണ്. അപ്പൊ മൊബൈൽ ഫേസ് ഈ സ്റ്റേഷനറി ഫേസിന്റെ മുകളിലൂടെ ഒഴുകും. ഇനി ഒഴുകുമ്പോൾ ഈ മൊബൈൽ ഫേസിലുള്ള സാമ്പിൾ കമ്പോണൻസ് ഡിഫറൻഷ്യൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. സ്റ്റേഷനറി ഫേസിൽ ഒരേ രീതിയിലായിരിക്കില്ല അവരുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ചിലത് കൂടുതൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആവും, ചിലത് പെട്ടെന്ന് ഡിസ്ട്രിബ്യൂട്ടഡ് ആവും, ചിലത് വളരെ പതുക്കെ ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ടഡ് ആവുക. ഈ ഡിഫറൻസസ് ഒക്കെ കൊണ്ട് നമുക്ക് ഈ സാമ്പിൾ കമ്പോണൻസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ വിളിക്കുന്നത് ക്രൊമാറ്റോഗ്രഫി. ഇതാദ്യം ചെയ്തത് ആരാന്ന് നമുക്ക് നോക്കാം. The first chromatographic separation was done by the Russian Mikhail Tsvet in 1901 during his research on plant pigments. He used the technique to separate various plant pigments such as chlorophylls, xanthophylls, and carotenoids. He used an adsorbent column packed with powdered calcium carbonate and petroleum ether was the solvent. He obtained colored zones on the adsorbent column due to the separation of the different colored components. The name chromatography was therefore suggested by him to the technique, which means colored writing. അപ്പോൾ മൈക്കിൾ സ്വെറ്റ് എന്ന് പറഞ്ഞൊരു ബോട്ടണിസ്റ്റ് ആണ് ആദ്യമായിട്ട് ക്രൊമാറ്റോഗ്രഫി ചെയ്തത്. അദ്ദേഹം പ്ലാന്റ് പിഗ്മെന്റ്സിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പ്ലാന്റ് പിഗ്മെന്റ്സ് ആയ ക്ലോറോഫിൽ, സാന്തോഫിൽസ്, കറോട്ടിനോയിഡ്സിന്റെ ഒക്കെ പ്രത്യേകത അവർ കളേർഡ് ആയിട്ടുള്ള പിഗ്മെന്റ്സ് ആണ്. അപ്പൊ ഈ കളേർഡ് ആയിട്ടുള്ള പിഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം പെട്രോളിയം ഈതർ സോൾവെന്റ് ആയിട്ട് ഉപയോഗിച്ചിട്ട് കാൽസ്യം കാർബണേറ്റിലൂടെ കടത്തിവിട്ടു. അപ്പൊ കാൽസ്യം കാർബണേറ്റിലൂടെ ഈ പ്ലാന്റ് പിഗ്മെന്റ്സ് കടന്നു പോകുമ്പോൾ അവരുടെ അഡ്സോർപ്ഷൻ അല്ലെങ്കിൽ അവരുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ ക്ലോറോഫിൽ വേഗത്തിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആവും അല്ലെങ്കിൽ അഡ്സോർബ്ഡ് ആവും. സാന്തോഫിൽ അതിനേക്കാളും പതുക്കെ ആയിരിക്കും. കരോട്ടിനോയിഡ്സ് ചിലപ്പോൾ അതിനേക്കാളും പതുക്കെ ആയിരിക്കും. അങ്ങനെ നമുക്ക് 3 കളേർഡ് സോൺസ്, ക്ലോറോഫിലിന്റെ ഒരു കളേർഡ് സോൺ, സാന്തോഫിലിന്റെ ഒരു കളേർഡ് സോൺ, കരോട്ടിനോയിഡ്സിന്റെ ഒരു കളേർഡ് സോണ് നമുക്ക് ഈ കാൽസ്യം കാർബണേറ്റിൽ കാണാൻ പറ്റും. അതുകൊണ്ട് അദ്ദേഹം ഇതിന് പേര് കൊടുത്തത് ക്രൊമാറ്റോഗ്രഫി എന്നാണ്. ക്രൊമാറ്റോഗ്രഫിയുടെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോമ മീൻസ് കളർ ആൻഡ് ഗ്രഫി മീൻസ് റൈറ്റിംഗ്, ഓർ ഇറ്റ് ഈസ് എ കളേർഡ് റൈറ്റിംഗ്. സ്വെറ്റ് ആദ്യം ചെയ്ത ടെക്നിക് എന്ന് പറയുന്നത് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി ആണ്. കാരണം മൊബൈൽ ഫേസ് എന്ന് പറഞ്ഞത് ലിക്വിഡും
സ്റ്റേഷനറി ഫേസ് ആയിട്ട് ഉപയോഗിച്ചത് സോളിഡും ആയതുകൊണ്ട് നമ്മളത് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി എന്ന് നമുക്കതിനെ വിളിക്കാവുന്നതാണ്. Now let us discuss how chromatography works. In all chromatographic separation, the sample is transported in a mobile phase. The mobile phase can be a gas, a liquid, or a fluid. The mobile phase tends to carry the components along a column or film of the stationary phase. The stationary phase is usually held in a column or on a solid surface, and the stationary phase is something that does not react with the mobile phase or the sample. The sample has the opportunity to interact with the stationary phase as it moves along it. Samples that interact greatly appear to move very slowly, and samples that interact weakly appear to move more quickly. Because of this difference in rates, the samples can be separated into their components. That is, the mobile phase is the driving force for the components, but the stationary phase is the retarding force for the movement of the mobile phase. The stronger the interaction of a component with the stationary phase, the more retarded is its movement. Each component in a sample solution tends to equilibrate between the two phases, and the equilibrium is either adsorption or partition mechanism. That is, there is a differential migration of the components. As the various components possess different affinities for the stationary phase, they migrate at different rates as they are carried through the system by the mobile phase. This differential migration affects the separation of the components. The component having the weakest interaction with the stationary phase comes out first, and the component with the strongest interaction comes out last. The stationary phase may be either a solid or a liquid, and the mobile phase may be either a liquid or a gas. ക്രൊമാറ്റോഗ്രഫി എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ഫേസ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ഈ മൊബൈൽ ഫേസും, ആ മൊബൈൽ ഫേസ് ചിലപ്പോൾ ഗ്യാസ് ആവാം, ചിലപ്പോൾ ലിക്വിഡ് ആവാം. മൊബൈൽ ഫേസ് ഒഴുകുന്നത് ഒരു സ്റ്റേഷനറി ഫേസിന്റെ മുകളിലൂടെയാണ്. ആ സ്റ്റേഷനറി ഫേസ് മിക്കപ്പോഴും സോളിഡ് ആയിരിക്കും, ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ലിക്വിഡും ആവാം. ആ സോളിഡ് എടുത്തിരിക്കുന്നത് ഒരു കോളത്തിലായിരിക്കും പാക്ക് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റേഷനറി ഫേസ് എപ്പോഴും ഇനേർട്ട് ആയിട്ടുള്ള ഒരു സ്റ്റേഷനറി ഫേസ് ആയിരിക്കും. മൊബൈൽ ഫേസുമായിട്ട് ഒരിക്കലും ഒരു റിയാക്ഷൻ ഉണ്ടാവില്ല, റിയാക്ട് ചെയ്യില്ല, പക്ഷെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് ഉണ്ടാവും. ഇനി നമ്മൾ സാമ്പിളിനെ മൊബൈൽ ഫേസിൽ ലയിപ്പിച്ചിട്ട് നമ്മൾ ഈ സാമ്പിളിനെ സ്റ്റേഷനറി ഫേസിലൂടെ കടത്തി വിടുമ്പോൾ കൂടുതൽ അഫിനിറ്റി, സ്റ്റേഷനറി ഫേസിനോട് കൂടുതൽ അഫിനിറ്റി ഉള്ളവർ വളരെ പതുക്കെ മൂവ് ചെയ്യുള്ളൂ. അവർ പെട്ടെന്ന് തന്നെ സ്റ്റേഷനറി ഫേസിലേക്ക് അബ്സോർബ്ഡ് ആവും. അതായത് നമുക്ക് കോളത്തിന്റെ മുകളിൽ നമുക്ക് അവർ അബ്സോർബ്ഡ് ആയത് കാണാൻ പറ്റും. ഇനി സ്റ്റേഷനറി ഫേസുമായിട്ട് വലിയ ഇന്ററാക്ഷൻ ഒന്നും ഇല്ലാത്ത കമ്പോണൻസ് പെട്ടെന്ന് തന്നെ ഒഴുകും. എന്നിട്ട് ഏറ്റവും അവസാനം കോളത്തിന്റെ താഴെയായിരിക്കും അവർ അബ്സോർബ്ഡ് ആയിട്ടിരിക്കുന്നത്. അപ്പം മുകളില് പെട്ടെന്ന് അബ്സോർബ്ഡ് ആവുന്നവരും താഴെ പെട്ടെന്ന് അബ്സോർബ്ഡ് ആവാത്തവരുമായിരിക്കും. അങ്ങനെ നമുക്ക് ഈ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഈ ക്രൊമാറ്റോഗ്രഫിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. So mobile phase is always a liquid or a gas, and the stationary phase or the non-moving phase is always a liquid or a solid. Separation occurs due to the differences in the speed of motion of the
mobile phase over the stationary phase. Okay. Now let us discuss the classification of chromatography based on the type of phases present in it. The most basic method of classifying chromatographic techniques is based on the physical state of the phases used, that is, the mobile and the stationary phase. Since the stationary phase used can be either a solid or a liquid, and the mobile phase can either be a liquid or a gas, therefore, chromatography can be classified into four types. The first one is the liquid solid chromatography or the LSC. In LSC, the mobile phase is a liquid and the stationary phase is a solid. So the first part is the mobile phase and the second part is the stationary phase. The second classification is liquid-liquid chromatography or LLC. In liquid-liquid chromatography, the mobile phase is a liquid and the stationary phase is a liquid which is supported on an inert solid. The third classification is gas liquid chromatography or GLC. In gas liquid chromatography, the mobile phase is a gas and the stationary phase is a liquid which is supported on an inert solid. The fourth classification is gas solid chromatography or GSC. In gas solid chromatography, the mobile phase is a gas and the stationary phase is a solid. LSC and LLC, in which the mobile phase is a liquid, are collectively called liquid chromatography. So these two are collectively called liquid chromatography. The techniques GSC and GLC, in which the mobile phase is a gas, are collectively called gas chromatography. So these two are collectively called GSC. ഇത് വളരെ സിമ്പിൾ ആണ് ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ക്ലാസിഫിക്കേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് സോളിഡ് ക്രോമാറ്റോഗ്രഫി എന്നാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. അതിൽ എപ്പോഴും നമ്മൾ ആദ്യം പറയുന്നത് മൊബൈൽ ഫേസിനെ കുറിച്ചും രണ്ടാമത് പറയുന്നത് സ്റ്റേഷനറി ഫേസിനെ കുറിച്ചായിരിക്കും. അതായത് ഇതില് ലിക്വിഡ് ആണ് മൊബൈൽ ഫേസ്, സോളിഡ് ആണ് സ്റ്റേഷനറി ഫേസ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് ക്രോമാറ്റോഗ്രഫി ആണ്. ലിക്വിഡ് ക്രോമാറ്റോഗ്രഫിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫേസ് വിൽ ബി എ ലിക്വിഡ് ബട്ട് സ്റ്റേഷനറി ഫേസ് ഇസ് ഓൾസോ എ ലിക്വിഡ് വെറുതെ ഇരുത്താൻ പറ്റില്ല, അപ്പൊ അതിനൊരു സോളിഡ് സപ്പോർട്ടും കൂടെ വേണം. അപ്പൊ ഒരു സോളിഡ് നമ്മൾ എടുത്തിട്ട് അതിൽ ഈ ലിക്വിഡ് ഒഴിച്ചു വെച്ച് നനച്ചു വെച്ചിരിക്കുന്നതായിരിക്കും എന്ത് ഈ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. അതാണ് പ്രത്യേകത. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്യാസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രഫി ആണ്. ഇതിൽ മൊബൈൽ ഫേസ് ഗ്യാസ് ആണ്. അപ്പൊ സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡ് ആണ്. ഒരു ലിക്വിഡ് നമുക്ക് എടുക്കണമെങ്കിൽ ഒരു കോളം ആയിട്ട് എടുക്കണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സോളിഡ് സപ്പോർട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പൊ സോളിഡ് സപ്പോർട്ടിലുള്ള ലിക്വിഡ് ആണ് ഇവിടുത്തെ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്യാസ് സോളിഡ് ക്രോമാറ്റോഗ്രഫി ആണ്. ഗ്യാസ് സോളിഡ് ക്രോമാറ്റോഗ്രഫിയിൽ നമ്മൾ ഗ്യാസ് മൊബൈൽ ഫേസ് ആയിട്ട് എടുക്കും. അത് ഇനി സ്റ്റേഷനറി ഫേസ് ഒരു സോളിഡ് ആയിരിക്കും, ഏതെങ്കിലും ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു കോളം. ഓക്കെ, now let us learn another classification, which is classification based on the mechanism of phase distribution. One method of classification of chromatography is based on the retardation mechanism involved in phase distribution and differential migration of sample components. According to this classification, there are two types of chromatography. The first one is the adsorption chromatography. In adsorption chromatography, retardation mechanism establish differential migration of sample components, or selective adsorption
takes place on a solid adsorbent. Examples for this type of chromatography is the liquid solid chromatography or the gas solid chromatography. Second classification is partition chromatography. In this type of chromatography, differential migration of sample components takes place between a liquid stationary phase and a mobile liquid or gaseous phase. So examples for this chromatography is liquid-liquid chromatography and gas-liquid chromatography. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി ആണ്. അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് പ്രിൻസിപ്പിൾ സെലക്റ്റീവ് അഡ്സോർപ്ഷൻ ആണ്. ഇത് അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ് ആണ് അവിടുത്തെ മെക്കാനിസം എന്ന് പറയുന്നത്. എല്ലാവർക്കും അഡ്സോർപ്ഷൻ എന്താണെന്ന് അറിയാവുന്നതാണ്. ബൾക്കിലേക്ക് പോവാതെ സർഫസിൽ മാത്രം എന്താ പറയുക ഏതെങ്കിലും ഒരു മെറ്റീരിയലിനെ വലിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മൾ ഒരു സോളിഡ് അഡ്സോർബന്റ് നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇതിന്റെ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സോളിഡ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ച വിഭാഗം ആയ ലിക്വിഡ് സോളിഡ് ക്രൊമാറ്റോഗ്രഫിയും ഗ്യാസ് സോളിഡ് ഈ നാലാമതായ ഗ്യാസ് സോളിഡ് ക്രൊമാറ്റോഗ്രഫിയുമാണ് ഈ അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫിയുടെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. കാരണം അവിടെ മാത്രമേ ഉള്ളൂ സ്റ്റേഷനറി ഫേസ് സോളിഡ് ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫിയാണ്. പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫിയുടെ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടീഷൻ ആണ്. അവിടുത്തെ മെക്കാനിസം പാർട്ടീഷൻ ആണ്. പാർട്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഡിഫറൻഷ്യൽ മൈഗ്രേഷനെയാണ് നമ്മൾ പാർട്ടീഷൻ എന്ന് വിളിക്കുന്നത്. അതായത് എല്ലാ സാമ്പിളിന്റെയും റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് സെയിം ആയിരിക്കില്ല, ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് ഡിഫറൻഷ്യൽ മൈഗ്രേഷൻ നടക്കുന്നത് കൊണ്ട് അവിടെ ഒരു സെപ്പറേഷൻ നടക്കുന്നു. സ്റ്റേഷനറി മൊബൈൽ ഫേസിലും ഒരു സെപ്പറേഷൻ നടക്കുന്നു. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് പാർട്ടീഷൻ. അപ്പൊ ഈ ക്രൊമാറ്റോഗ്രഫിയുടെ മെക്കാനിസം എന്ന് പറയുന്നത് പാർട്ടീഷൻ എന്ന് പറഞ്ഞ പ്രോസസ് ആണ്, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് ആണ്. പിന്നെ ഏതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് വരിക? എപ്പോഴും ഇതില് സ്റ്റേഷനറി ഫേസിൽ ലിക്വിഡ് ആയിരിക്കും. പാർട്ടീഷൻ എന്ന് പറഞ്ഞ മെക്കാനിസം നടക്കണമെങ്കിൽ സ്റ്റേഷനറി ഫേസിൽ ലിക്വിഡ് ആണെങ്കിലാണ് പാർട്ടീഷൻ എന്ന് പറഞ്ഞ മെക്കാനിസം നടക്കുള്ളൂ. അതുകൊണ്ട് എപ്പോഴും സ്റ്റേഷനറി ഫേസ് ലിക്വിഡ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു ലിക്വിഡ് നമ്മൾ സ്റ്റേഷനറി ഫേസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ എന്തായാലും അതിനൊരു സോളിഡ് സപ്പോർട്ട് വേണം. അപ്പോൾ ഒരു ലിക്വിഡ് എടുക്കുന്നത് നമ്മളൊരു സോളിഡ് സപ്പോർട്ടോട് കൂടിയായിരിക്കും. അപ്പൊ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാവുന്നത് നേരത്തെ നമ്മൾ കണ്ട ലിക്വിഡ് സ്റ്റേഷനറി ഫേസ് ആയിട്ടുള്ള രണ്ട് ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക്സ് ഉണ്ട്. ഒന്ന് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി അല്ലെങ്കിൽ LLC, വേറൊന്ന് ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി അല്ലെങ്കിൽ GLC. ഇത് രണ്ടുമാണ് ഇതിന് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫിക്ക് എക്സാമ്പിൾസ് ആയിട്ട് വരിക. So this is the classification of chromatography based on mechanism of distribution or the basic principle of chromatography. Thank you.